നമസ്കാരം. ട്രയലിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ലോകത്ത് ഇന്ന് നടന്ന പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഭാസ്കര കാരണവർ വധം മുഖ്യപ്രതിയെ കോടതി ഈ മാസം 23 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി വിമർശനം. കാസർഗോഡ് പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന കോടിയേരി ബാലകൃഷ്ണൻ. പോലീസ് വെടിവയ്പ്പിനെ കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കാൻ സാധ്യത. തീരുമാനം 2 ആഴ്ചയ്ക്കകം. വിജിലൻസിന്റെ കൊല്ലം യൂണിറ്റ് ഡിവൈഎസ്പി ഔദ്യോഗിക വാഹനം ദുരുപയോഗപ്പെടുത്തുന്നതായി പരാതി. വാഹന ദുരുപയോഗത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ഇന്ത്യ വിഷനിൽ. ട്രയലിൽ വാർത്തകൾ വിശദമായി. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ, അതാണ് നമ്മുടെ സംസ്ഥാന വിജിലൻസിനെ ബാധിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഔദ്യോഗിക വാഹനം ദുരുപയോഗപ്പെടുത്തിയ മുൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കെതിരായുള്ള അന്വേഷണത്തിലുള്ള ഒരു മുതിർന്ന വിജിലൻസ് ഉദ്യോഗസ്ഥൻ സർക്കാർ വാഹനം വീട്ടാവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. വിജിലൻസിന്റെ കൊല്ലം യൂണിറ്റ് ഡിവൈഎസ്പിക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. മുമ്പ് കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ കുഞ്ഞമ്മ ഔദ്യോഗിക വാഹനം ദുരുപയോഗപ്പെടുത്തിയെന്ന വിജിലൻസ് കേസിന്റെ അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ് ഡിവൈഎസ്പി ജയശാന്തിലാൽ. എന്നാൽ ഇദ്ദേഹം ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതാകട്ടെ കുട്ടിയെ സ്കൂളിലാക്കാനും പച്ചക്കറി വാങ്ങാനും ഒക്കെ എന്നാണ് റിപ്പോർട്ടുകൾ. ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഔദ്യോഗിക വാഹനത്തിൽ കയറി ജയശാന്തിലാൽ എത്തുക കൊല്ലം നഗരത്തിലെ ഒരു പ്രമുഖ ക്ലബിലാണ്. അവിടെ അല്പം ബാഡ്മിന്റൺ കളി, പിന്നെ സുഹൃത്തുക്കൾക്കൊപ്പം ചീട്ടുകളി. ഓഫീസിൽ നിന്നും 20 കിലോമീറ്റർ അകലെ ചിറ്റുമലയിലാണ് ജയശാന്തിലാലിന്റെ വീട്. ക്ലബിലെ എൻജോയ്മെന്റുകൾ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്നതും ഔദ്യോഗിക വാഹനത്തിൽ തന്നെ. സർക്കാർ വാഹനങ്ങൾ ഒരു ഉദ്യോഗസ്ഥനും ദുരുപയോഗപ്പെടുത്തരുതെന്ന നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് ഈ അഴിമതി നിവാരണ ചുമതലയുള്ള ഡിവൈഎസ്പിയുടെ സഞ്ചാരം. ഇക്കാര്യത്തിൽ ഡിവൈഎസ്പിക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിന്റെ അന്വേഷണ ചുമതല ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കുമെന്ന സൂചന. ഇക്കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനം ഉണ്ടാകാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകളുണ്ട്. കേസ് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകളും കേസ് അന്വേഷണം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്തും സംസ്ഥാന DGP കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയതായും റിപ്പോർട്ടുണ്ട്. മാർച്ച് 3 നാടിനെ നടുക്കിയ ഇരട്ട സ്ഫോടനം കോഴിക്കോട് നടന്നത്. 15 മിനിറ്റുകളുടെ ഇടവേളയിൽ നടന്ന സ്ഫോടനത്തെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ അന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ എറണാകുളം കളക്ടറേറ്റ് സ്ഫോടന കേസിന്റെ അന്വേഷണത്തിനിടെ സംസ്ഥാന പോലീസ് അറസ്റ്റ് ചെയ്ത ഹാലിമിൽ നിന്നും ലഭിച്ച നിർണായക വിവരങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കേസ് കൈമാറാൻ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകമെന്നാണ് സൂചന. കോഴിക്കോട് സ്ഫോടനങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനക്കാരും സ്ഫോടനത്തിന്റെ ലക്ഷ്യം വ്യക്തമായി അറിയാവുന്നവരുമായ 4 പ്രതികൾ ഇപ്പോൾ വിദേശത്താണെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസിന് അന്വേഷണവുമായി ഏറെ മുന്നോട്ട് പോകാനാവില്ലെന്നാണ് നിഗമനം. ഈ പരിമിതികൾ ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന DGP കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് കൈമാറിയതെന്നും സൂചനയുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അന്തിമ തീരുമാനം 2 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ.